നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 50 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തത് 7600 പേരെ. അന്തർദേശീയ മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നതായും രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അറസ്റ്റ്. നാടെങ്ങും പ്രതിഷേധം. കോട്ടയത്തെ KSUവിന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറി. വാഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി മഹോത്സവം ഈ മാസം 25, 26 തീയതികളിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പ്രകൃതി നടത്തം, പരിസ്ഥിതി ക്വിസ്, പക്ഷി നിരീക്ഷണം, സഹവാസ ക്യാമ്പ് തുടങ്ങിയ പരിപാടികൾ. അയ്മനം പഞ്ചായത്തിനെ വാട്ടർ അതോറിറ്റി അധികൃതർ അവഗണിക്കുന്നു. ശുദ്ധീകരിക്കാനെടുക്കുന്ന വെള്ളം തിരികെ പൂർണ്ണമായും നൽകുന്നില്ല. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ധർണ. വാർത്തകൾ വിശദമായി. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാലാ ചാവറ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്തർദേശീയ മയക്കുമരുന്ന് മാഫിയ കേരളത്തെ വരിഞ്ഞുമുറുക്കുകയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി പാലാ ചാവറ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയ വേരെറുക്കുന്നതിന് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും കേരളത്തിലേക്ക് ലഹരി എത്തുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചിട്ട് ഇന്ന് 50 ദിവസം തികയുകയാണ്. ഇതിനകം 7600-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. 6500-ലധികം കേസുകൾ എടുത്തു. മയക്കുമരുന്നിന് അടിമകളായ ഒട്ടേറെ പേരെ ചികിത്സയ്ക്ക് വിധേയരാക്കിയതായും അദ്ദേഹം അറിയിച്ചു. ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ 17,000 സ്കൂളുകളിൽ ഞാൻ വിക്ടേഴ്സ് ചാനലിലൂടെ ഞാൻ കുട്ടികളോട് അഭിസംബോധന ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഇത് ഒരു യുദ്ധമാണ്. ഇത് രാസലഹരിക്കെതിരെയുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ നമുക്ക് പരാജയപ്പെടാൻ കഴിയില്ല. ഈ യുദ്ധം നമ്മൾ ഒരുമിച്ച് നിന്ന് വിജയിക്കുക തന്നെ ചെയ്യും. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചേ മതിയാകൂ. ഒരുമിച്ച് മുന്നോട്ട് പോകാം. സ്കൂൾ അങ്കണത്തിൽ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. മന്ത്രി മോനിസ് ജോസഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലാ MLA മാനസി കപ്പൻ അധ്യക്ഷനായിരുന്നു. നാട്ടകം സുരേഷ് MLA, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു, ചാവറ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കുടപ്പാട്ട്, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, ഫാദർ പോൾസൺ ജോസഫ്, ഫാദർ ജോബി അലക്സ്, CP പുത്തട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുത്തോലി ബ്രില്യൻ സ്റ്റഡി സെന്ററിലും മന്ത്രി ലഹരി വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മാർ ജോസഫ് കല്ലാൻകാരനെ സന്ദർശിച്ച് തൂഫാൻ ബാരിയർ ബാഡ്ജ് നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് MPമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് KSU കോട്ടയത്ത് നടത്തിയ പ്രതിഷേധം ശക്തമായി. ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി മുദ്രാവാക്യം വിളിച്ച് ഇവർ പ്രതിഷേധിച്ചു. തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹിയിൽ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MPമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടിക്കെതിരെയും കോട്ടയത്ത് KSU പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയപ്പോൾ പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഓടി അകത്ത് കയറുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് ഉപരോധിച്ചു. नरेंद्र मोदी രാജ്യമാകെ കത്തുമ്പോൾ പോലീസ് എത്തി 10ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു. KSU കോട്ടയം ജില്ലാ പ്രസിഡന്റ് KN നൈസാം സമരം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജോബിൻ ജേക്കബ്, അമീൻ നജീബ്, റിറ്റി സാം, സക്കീർ ചങ്ങമ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ഉയർന്നു. കോട്ടയത്ത് INTUC നടത്തിയ പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി. നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ നാടുനീള പ്രതിഷേധം. കോട്ടയത്ത് INTUC കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചന്തക്കടവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എത്തി. തുടർന്ന് നടന്ന യോഗം INTUC സംസ്ഥാന നേതാവ് നന്ദിയോട് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെയാണ് ഇവിടെ സമരം ചെയ്തത്. ഇന്നലെ രാഹുൽ ഗാന്ധി സമാധാനപരമായിരുന്ന സമരത്തെ
മൃഗീയമായി അടിച്ചമർത്തിയ BJP സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പ്രക്ഷോഭം നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം പരീക്ഷാ പേപ്പർ പോലും അവിടെ കോടി രൂപയ്ക്ക് മത്സ്യവെക്കുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം രാജിവെക്കുന്നത് ആവശ്യപ്പെട്ടു. ആ രാജി ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അറിയില്ല. ഇന്നലെ പ്രക്ഷോഭം തുടങ്ങി. ഇന്നലെ ജനാധിപത്യമായി പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ നരേന്ദ്രമോദിയും മന്ത്രിമാർ രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് TC റോയ്, ജിൻഡോ ജോസഫ്, സന്തോഷ് കുമാർ P, അബ്ദുൾ റസാഖ്, രഞ്ജി ജോൺ, നിഷാദ്, മാണി, VSC തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുൻകുന്നം. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കോട്ടയത്ത് ആം ആദ്മി പാർട്ടി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച ഉപവാസ സമരം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ആം ആദ്മി പാർട്ടി. രാജ്യത്തിന് പ്രതീക്ഷയായ വിദ്യാർത്ഥികളുടെ സമരത്തെ ചോരയും മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ആം ആദ്മി പാർട്ടി രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കോട്ടയത്ത് ഉപവാസ സമരം നടത്തിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പൊരുതുന്ന CJP പാർട്ടിയുടെ സമരഭടന്മാർക്ക് പിന്തുണയർപ്പിച്ചും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരം ഡോക്ടർ സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളൊട്ടാകെ ഈ സമരത്തെ പിന്തുണയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും, സ്ത്രീകൾ ഉൾപ്പെടെ, മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ സമരത്തിൽ പങ്കാളികളാകണം. ഇത് വെറും ഒരു എക്സാമിനേഷൻ പേപ്പർ ചോർച്ചയുടെ സമരമല്ല. ഇത് നമ്മുടെ ജനാധിപത്യ ലംഘനമാണ്, നമ്മുടെ അവകാശത്തിന്റെ ലംഘനമാണ്, നമ്മുടെ ഡിഗ്നിറ്റിയുടെ ലംഘനമാണ്. സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും ജീവിക്കാനുള്ള നമ്മളുടെ അവകാശത്തിന്റെ ലംഘനമാണ്. ഇതിനെതിരായിട്ട് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും എല്ലാ മനുഷ്യരും നിരത്തിലിറങ്ങണമെന്നും ഇത് ഒരു വിജയമാക്കി മാറ്റണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ഐക്യദാർഢ്യവും CJPക്കും നമ്മുടെ യുവതലമുറയ്ക്കും നേർന്നുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജില്ലാ പ്രസിഡന്റ് ജോയി തോമസ് ആനിത്തോട്ടം, നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് കൂരോത്ത്, സബീന, പ്രിൻസ് മാമൂട്ടിൽ, കാപ്പിൽ തുളസിദാസ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി മഹോത്സവം നടത്തുന്നു. ഈ മാസം 25, 26 തീയതികളിലാണ് മഹോത്സവം. ഇതോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടിയിൽ പ്രകൃതി നടത്തം, പച്ചപ്പിന് ആദരവ്, ഗ്രാമചന്ത, പക്ഷി നിരീക്ഷണം തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാഴൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള പരിസ്ഥിതി പ്രവർത്തകർക്കുമായി 2 ദിവസത്തെ പരിസ്ഥിതി മഹോത്സവം നടത്തുന്നു. മണിമലയാർ എന്ന പേരിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പരിസ്ഥിതി മഹോത്സവം ഈ മാസം 25, 26 തീയതികളിൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പരിസ്ഥിതി, സുസ്ഥിര വികസനം, ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള വികസന സങ്കല്പമാണ് ലക്ഷ്യമിടുന്നത്. 25-ാം തീയതി രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി മഹോത്സവത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ S. പുഷ്കലാദേവി പറഞ്ഞു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ TV സജീവ്, അദ്ദേഹം പ്രമുഖ വനശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം ക്ലാസ് നയിക്കും. വീണ്ടും അടുത്ത ക്ലാസ് നയിക്കുന്നത് ഖനനവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ പ്രിയപ്പെട്ട അമ്പിളിയാണ്. അമ്പിളി പാമ്പാടി സ്വദേശിയാണ് എന്ന സന്തോഷവും കൂടി പങ്കുവയ്ക്കുന്നു. വീണ്ടും 3ാമത്തെ സെഷനിൽ ഭക്ഷണം, അഴകിലെ അപകടങ്ങൾ എന്ന വിഷയത്തിൽ സന്തോഷ് അറയ്ക്കൽ എന്ന വ്യക്തി ക്ലാസ് നയിക്കുന്നു. അദ്ദേഹം എംപവർമെൻറ്റ് കൊച്ചി എന്ന സ്ഥാപനത്തിലെ അംഗമാണ്. വീണ്ടും 4ാമത്തെ സെഷനിൽ ആനകളെ തിരിച്ചറിയാം എന്ന വിഷയത്തിൽ കാട്ടാന സംരക്ഷണ ജീവശാസ്ത്രജ്ഞൻ മാത്യു ജേക്കബ് ക്ലാസ് നയിക്കുന്നുണ്ട്. 5ാമത്തെ സെഷനിൽ പരിസ്ഥിതി ചലച്ചിത്രമേളയാണ്. ഭാഷാ പരിസ്ഥിതിയിൽ പ്രിയപ്പെട്ട കവി, പ്രിയങ്കരനായ കവി, പ്രശസ്തനായ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ക്ലാസ് നയിക്കുന്നു. ഇതോടൊപ്പം പരിസ്ഥിതി ക്വിസ് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രകൃതി നടത്തം, പച്ചപ്പിനാദരവ്, പരിസ്ഥിതി ചലച്ചിത്രമേള, പരിസ്ഥിതി പുസ്തക സ്റ്റാൾ, ഗ്രാമചന്ത, നഴ്സറികളുടെ സ്റ്റാളുകൾ, കലവറ നിറയ്ക്കൽ, വിളംബര ജാഥ, പക്ഷി നിരീക്ഷണം, പരിസ്ഥിതി ക്വിസ് മത്സരം, മുഖാമുഖം എന്നീ പരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ ബിനു, ജനറൽ കൺവീനർ മനോജ് ചാക്കോ, സെക്രട്ടറി M. സൗമ്യ, സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ PJ ശോശാമ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പാലാ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനിലെ വിവിധ വിഭാഗങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി നേരിട്ട് വിലയിരുത്തി. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പാലാ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. സ്റ്റേഷനിലെത്തിയ മന്ത്രിയെ പാലാ ഡിവൈഎസ്പി കെ സദിനും SI കെ ദിലീപ് കുമാറും ചേർന്ന് സ്വീകരിച്ചു. മന്ത്രി മോൻസ് ജോസഫും മാണി കാപ്പൻ MLAയും ഒപ്പമുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ വിവിധ വിഭാഗങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി നേരിൽ വിലയിരുത്തി. ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പൊതുജന സേവനങ്ങൾ, നിയമസമാധാന പരിപാലനവുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ തേടി. സ്റ്റേഷൻ വളപ്പിലെ മതിലുകളിൽ സ്ഥാപിച്ചിരുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പോസ്റ്ററുകളും സന്ദേശങ്ങളും മന്ത്രി ശ്രദ്ധിച്ചു. ലഹരിക്കെതിരായ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിലും യുവജനങ്ങളിലേക്കും ഫലപ്രദമായി എത്തിക്കുന്നതിന് പാലാ പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം വ്യാപകമാക്കാനും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വാട്ടർ അതോറിറ്റി ബോധപൂർവം ഐമനം പഞ്ചായത്തിനെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി ശുദ്ധീകരണത്തിനായി കൊണ്ടുപോകുന്ന വെള്ളം പഞ്ചായത്തിന് തിരികെ നൽകാതെ ബോധപൂർവം അവഗണിക്കുന്നതായി ഐമനം പഞ്ചായത്ത്. ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ജലലഭ്യത കൂട്ടുന്നതിന് വേണ്ടി പലതവണ വാട്ടർ അതോറിറ്റിയിൽ ജലനിധി സമിതിയും പഞ്ചായത്ത് പ്രതിനിധികളും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ടും കത്തുകൾ മുഖേനയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ടാങ്കിൽ വെള്ളം നിറയാത്തതിനാൽ ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് പരിഹാരം കാണാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ല. വീണ്ടും വാട്ടർ അതോറിറ്റിയിൽ എത്തിയെങ്കിലും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരക്കാർ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാറും കൗൺസിലർമാരും ജലനിധി അധികൃതരും ചേർന്ന് കോട്ടയം വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷണൽ ഓഫീസ് ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന് വെള്ളം കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ഇവർ പറഞ്ഞു. ടാങ്കർ ലോറികളിൽ വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് അതായത് പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം എത്താൻ വഴികൾ പോലും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് എത്തിക്കാൻ ഞങ്ങൾ നന്നായി പാടുപെട്ടു. പല പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നു. അതൊക്കെ ഈ വാട്ടർ അതോറിറ്റിയുടെ അവഗണന കൊണ്ടാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഈ കുടിവെള്ളം കൊണ്ടുപോകുന്ന പമ്പ് ഹൗസ് ഐമനം പഞ്ചായത്തിന്റെ അണ്ടറിൽ ഇരിക്കുന്ന ഒരു പമ്പ് ഹൗസിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് ഐമനം പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കൗൺസിലർമാരായ ജെയിംസ് പാലത്തൂർ, ചിന്നമ്മ പാപ്പച്ചൻ, മറ്റ് അംഗങ്ങൾ, ജലനിധി അധികൃതർ, നാട്ടുകാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 50 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തത് 7600 പേരെ. അന്തർദേശീയ മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നതായും രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അറസ്റ്റ്. നാടെങ്ങും പ്രതിഷേധം. കോട്ടയത്തെ KSUവിന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറി. വാഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി മഹോത്സവം ഈ മാസം 25, 26 തീയതികളിൽ. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പ്രകൃതി നടത്തം, പരിസ്ഥിതി ക്വിസ്, പക്ഷി നിരീക്ഷണം, സഹവാസ ക്യാമ്പ് തുടങ്ങിയ പരിപാടികൾ. ഐമനം പഞ്ചായത്തിനെ വാട്ടർ അതോറിറ്റി അധികൃതർ അവഗണിക്കുന്നു. ശുദ്ധീകരിക്കാൻ എടുക്കുന്ന വെള്ളം തിരികെ പൂർണ്ണമായും നൽകുന്നില്ല. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.